ഒയാസിസ് കൊമേഴ്ഷ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് മദ്യനിർമ്മാണ പ്ലാന്റുകൾ അനുവദിച്ചത് ആരോടും ചർച്ച ചെയ്യാതെയെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. മന്ത്രിസഭായോഗ പരിഗണനയ്ക്ക് വന്ന കുറിപ്പ് ഇതിന് തെളിവാണെന്നും മറ്റൊരു വകുപ്പുമായും ഇത് ആലോചിച്ചിട്ടില്ലെന്നും മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് വന്ന കുറിപ്പിൽ എക്സൈസ് മന്ത്രി രേഖപ്പെടുത്തിയതായി വി.ഡി. സതീശൻ ആരോപിച്ചു. ധനകാര്യം, ജലവിഭവം, വ്യവസായം, തദ്ദേശം എന്നീ വകുപ്പുകളുമായി പോലും പ്രാഥമിക ചർച്ച നടന്നിട്ടില്ലെന്നും എന്തിനാണ് ഈ ഫയൽ നീക്കിയതെന്നും വി.ഡി. സതീശൻ ചോദിച്ചു. ഇത് സംബന്ധിച്ച ക്യാബിനറ്റ് നോട്ടും പ്രതിപക്ഷ നേതാവ് പുറത്തുവിട്ടു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനുള്ള പ്രചരണം നടക്കവേ കഴിഞ്ഞ വർഷം നവംബർ 8-നാണ് ഫയൽ മന്ത്രിസഭാ യോഗത്തിന് സമർപ്പിക്കാനുള്ള ഉത്തരവ് മുഖ്യമന്ത്രി നൽകുന്നത്. മറ്റൊരു വകുപ്പിന്റെയും അനുമതി തേടുകയോ ആശയവിനിമയം നടത്തുകയോ ചെയ്തിട്ടില്ലെന്ന് ഈ ഫയൽ വ്യക്തമാക്കുന്നു. സർക്കാരിലോ മുന്നണിയിലോ ആലോചിക്കാതെ മുഖ്യമന്ത്രിയും എക്സൈസ് മന്ത്രിയും ചേർന്നാണ് ഈ വിവാദ തീരുമാനം എടുത്തതെന്ന പ്രതിപക്ഷവാദം അക്ഷരം പ്രതി ശരിവെക്കുന്നതാണ് മന്ത്രിസഭാ യോഗത്തിന്റെ കുറിപ്പ്. ഇതേ കമ്പനിയുടെ ഉടമ ഡൽഹി മദ്യനയക്കോഴക്കേസിൽ അറസ്റ്റിലായതും ഹരിയാനയിൽ 4 കിലോമീറ്റർ ദൂരത്തിൽ ബോർവെല്ലിലൂടെ മാലിന്യം തള്ളി ഭൂഗർഭജലം മലിനപ്പെടുത്തിയതിനെ നിയമ നടപടി നേരിടുന്നതും മുഖ്യമന്ത്രി ബോധപൂർവം മറച്ചുവെച്ചു. എന്നാൽ എക്സൈസ് മന്ത്രി നിരന്തരം ആവർത്തിക്കുന്ന ഒരു വാദം മന്ത്രിസഭ നോട്ടിൽ പൊളിയുന്നുണ്ട്. മദ്യ ഉൽപാദനത്തിനാവശ്യമായ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ പ്രോത്സാഹനം നൽകുമെന്ന് മാത്രമാണ് 2023-24 മദ്യനയത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇക്കാര്യം മന്ത്രിസഭാ യോഗത്തിനു മുന്നിൽ വന്ന കുറിപ്പിൽ സമ്മതിക്കുന്നുമുണ്ട്. ഈ ഒരൊറ്റ തീരുമാനത്തിന്റെ ബലത്തിലാണ് എഥനോൾ പ്ലാന്റ്, മൾട്ടി ഫീഡ്സ് ഡിസ്റ്റിലേഷൻ യൂണിറ്റ്, ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യ ബോട്ട്ലിംഗ് യൂണിറ്റ്, ബ്രൂവറി, മാൾട്ട് സ്പിരിറ്റ് പ്ലാന്റ്, വൈൻ പ്ലാന്റ് എന്നിവയ്ക്ക് ഒറ്റയടിക്ക് അനുമതി നൽകിയത്. വിഷയത്തിൽ LDF ഘടകകക്ഷികളുടെ അഭിപ്രായം അറിയാൻ താൽപര്യമുണ്ടെന്നും വി.ഡി. സതീശൻ പറഞ്ഞു.